നമ്മുടെ വീടിന് മുന്നിലെ റോഡിലെ കുഴിയടയ്ക്കാനോ കേടായ തെരുവുവിളക്കുകൾ മാറ്റാനോ വാർഡ് മെമ്പർ തന്നെ വേണം. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ സ്വന്തമായി വാർഡ് മെമ്പറോ കൗൺസിലറോ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനാഗ്രഹ എന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനം ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നഗരഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നടത്തിയ സമഗ്രമായ സർവേ റിപ്പോർട്ടാണ്. 2022 മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 3 വർഷത്തിലേറെയായി മുംബൈ നഗരത്തിന് ഒരു മേയറോ ജനപ്രതിനിധികളോ ഇല്ല. സർക്കാർ വെച്ച ഒരു IAS ഉദ്യോഗസ്ഥർ മാത്രമാണ് കോടികളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും ഭരണം നടത്തുന്നത്. ബാംഗ്ലൂരുവിലും വർഷങ്ങളായി ഭരണം നടത്തുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളല്ല, മറിച്ച് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ MP-മാരുടെയും MLA-മാരുടെയും ഇലക്ഷൻ കൃത്യസമയത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് തദ്ദേശ ഭരണ ഇലക്ഷൻ മാത്രം ഇങ്ങനെ തഴയപ്പെടുന്നത്? അതിനായി സർക്കാരുകൾ പ്രയോഗിക്കുന്ന ഒരു സ്ഥിരം ട്രിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ പറയും, ഞങ്ങൾ വാർഡ് ഒന്നുകൂടി വിഭജിക്കുകയാണ്, സംവരണം പുനഃക്രമീകരിക്കുകയാണ് എന്നൊക്കെ. ഈ ഒരൊറ്റ കാരണം പറഞ്ഞ് ഇലക്ഷൻ അങ്ങ് നീട്ടും. ഇതിലൂടെ സർക്കാരിനുള്ള ലാഭം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഒരു ജനപ്രതിനിധിയുടെയും ചോദ്യം ചെയ്യില്ലാതെ സർക്കാരിന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതിനൊക്കെ സർക്കാരിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ ബലഹീനതയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള പവറൊന്നും ഇവർക്കില്ല. വാർഡ് തിരിക്കാനും സംവരണം തിരുത്താനുമുള്ള അധികാരം കമ്മീഷനില്ല, ഭരിക്കുന്ന സർക്കാരിനാണ്. സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളുകയാണ് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ. പ്രധാനമായും 4 പരിഹാര മാർഗങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിന് ചൂണ്ടിക്കാട്ടുന്നത്. സെൻസസ് അടിസ്ഥാനമാക്കി 10 വർഷത്തിലൊരിക്കൽ മാത്രം വാർഡ് തിരിക്കുക. പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ ഒരൊറ്റ വോട്ടർ പട്ടിക ഉപയോഗിക്കുക. വെവ്വേറെ പട്ടിക ഉണ്ടാക്കി സമയം കളയേണ്ടതില്ല. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കരുത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതി അത് തീരുമാനിക്കണം. കൃത്യസമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നില്ല. പക്ഷേ താഴെത്തട്ടിലുള്ള ഈ ജനാധിപത്യം ദുർബലമായാൽ അത് ബാധിക്കുന്നത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ തന്നെയാണ്.